ചിക്കമഗളൂരിൽ കാണാതായ 15-കാരി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. 1500 അടി താഴ്ചയിലായിരുന്നു മൃതദേഹം. 4 ദിവസം മുമ്പ് വിനോദയാത്രയ്ക്കിടെയാണ് ശ്രീനന്ദയെ കാണാതായത്. KV ബൈജു കൂടുതൽ വിവരം നൽകും. ബൈജു, 1500 അടി താഴ്ചയിൽ ആ മൃതദേഹം കണ്ടെത്തി. ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ്. കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം എന്താണ്? എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നാണ് കരുതേണ്ടത്? എൽദോ, ഇതിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത്. കാരണം ഇപ്പോൾ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലം ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ തെരച്ചിൽ നടത്തിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇന്ന് ഈ ഒരു സ്ഥലത്ത് ഈ മൃതദേഹം ഇങ്ങനെ കാണപ്പെടുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് പ്രധാനമായും കുടുംബം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം അവർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ കുടുംബവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇവർക്ക്. ഈ ഇത്തരത്തിൽ തിരിച്ച് വരും, അല്ലെങ്കിൽ മകളെ തിരിച്ചു കിട്ടും എന്നൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടിയാണ്, 12:30 ഇങ്ങനെ സംയുക്തമായ ഒരു തെരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസും വനം വകുപ്പും NDRA സംഘവും ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു സംയുക്ത പരിശോധനയായിരുന്നു ഇന്ന് നടന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിശോധനയിലാണ് ഈ ഒരു 1500ഓളം അടി താഴ്ചയിൽ മൃതദേഹം ഇത്തരത്തിൽ മരിച്ച നിലയിൽ ശ്രീനന്ദയെ കണ്ടെത്തുന്നത്. എന്നാലും ഇതിൽ വലിയ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം 40 പേരടങ്ങുന്ന സംഘം ചൊവ്വാഴ്ചയാണ് ഈ ഒരു സ്ഥലത്തെത്തുന്നത്. വൈകിട്ട് 5:20 ഇവരെല്ലാം ഒന്നിച്ച് ഫോട്ടോ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അതിനുശേഷം വളരെ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റകം ശ്രീനന്ദയെ കാണാതാവുന്നു, അപ്രത്യക്ഷയാവുന്നു. ഇതായിരുന്നു. പിന്നീട് വലിയ തെരച്ചിൽ നടത്തുന്നു. പക്ഷേ ആ സമീപ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ശ്രീനന്ദയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിൽ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ പോലീസ് നായ മണം പിടിച്ചെത്തിയത് അവിടെയുള്ള ഒരു കടയുടെ മുന്നിലാണ്. അങ്ങനെ ഇന്ന് രാവിലെ ഈ കടയിലുള്ള ആളുകളെ കൃത്യമായി ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം കുടുംബം ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഇന്ന് അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലും ഒപ്പം